മെല്ലെ ഇരുന്നിടത്തുന്ന രൂപം ഇങ്ങനെ തിന്നെയറിലേക്ക് മായ്ച്ചു കളഞ്ഞ പോലെ പോവുകയും ചെയ്തു. പക്ഷെ ആ നോട്ടം അതിഭീകരമായി എന്നെ കൊന്നുകളയെന്നുള്ള മാതിരി നോക്കുന്നതായിരുന്നു. ഒരു ചോദ്യചിഹ്നമാണ്. അങ്ങനെ ക്രൂര ദൃഷ്ടിയായിരുന്നത്. അഥവാ നിങ്ങൾക്ക് ബാധയുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ചിന്തിക്കാത്ത അപവാദത്തിലേക്കോ അപകടത്തിലേക്കോ അത് കടത്തിവിടും നിങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിത്യോപാസന ശീലമാക്കുക. അപ്പോൾ അന്ധവിശ്വാസിക്കും വിശ്വാസിക്കും ഒരുപോലെ ചെയ്യാവുന്നൊരു കാര്യമാണ് നിത്യോപാസന. അപ്പോൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുകയും ഉണരേണ്ട സമയത്ത് ഉണരുകയും ചെയ്യുകയും ഉണർന്ന ശേഷം ചെയ്യേണ്ട ക്രിയകൾ ചെയ്യുകയും ചെയ്താൽ ഇങ്ങനത്തെ ബാധയൊന്നും ഉണ്ടാവില്ല. അല്ലാത്ത കുടുംബങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ബാധകൾ ചെറുതായിട്ടും വലുതായിട്ടും ഉണ്ട്. നമസ്തേ ഗുരുജി. ഒരു സംശയമാണ്. അതായത് നമ്മൾ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കാണോ അതോ നമുക്ക് ചുറ്റും ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അതായത് മനുഷ്യരോ മറ്റ് ജീവജാലങ്ങളോ അല്ല, നമുക്ക് കാണാൻ കഴിയാത്ത ഏതെങ്കിലും ഹയർ ബീയിങ്സ് ഓർ സ്പിരിറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഈ ശാസ്ത്രം പറയുന്നത് എനർജി, അതായത് ശക്തിയെ നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല എന്നാണല്ലോ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ, കേൾക്കാൻ പറ്റാത്ത ശബ്ദത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചുറ്റുമുണ്ടോ? ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു മുറിയിലേക്ക് ഓട് പൊട്ടിയിട്ടൊക്കെ പണ്ട് വീടുകളിൽ ഇങ്ങനെ ലേശം വെളിച്ചം, സൂര്യ വെളിച്ചം വരുമല്ലോ. അപ്പോൾ നമ്മൾ അതുവരെ കാണാത്ത പൊടിപടലങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ അതിന് മുമ്പ് പൊടിപടലം അവിടെ ഇല്ലയെന്ന് അർത്ഥമില്ലല്ലോ. ഇല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള വെളിച്ചത്തേക്കാൾ മറ്റൊരു വെളിച്ചം നമുക്കുള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ, അതിനാണ് ഈ തൃക്കണ്ണ് എന്നൊക്കെ പറയുന്നത്, നമ്മൾ ആറാം ഇന്ദ്രിയം. നമുക്ക് തീർച്ചയായിട്ടും അവിടെ സൂക്ഷ്മജീവികൾ ഉണ്ടായിരിക്കണമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ അത് ഹാംഫുള്ളാണോ ബെനിഫിഷ്യലാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടാവാം. പലരും പല അനുഭവങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഹാലൂസിനേഷനാണ്, അല്ലെങ്കിൽ ഈ ചില ആളുകൾക്ക് മാനസിക പ്രശ്നമുള്ളതുകൊണ്ടാണ് അങ്ങനെ കാണുന്നതൊക്കെ പറയുന്ന ഒരു വിഭാഗക്കാരും ഉണ്ടല്ലോ. ചില അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇതുണ്ട്. പക്ഷെ ഞാനത് പറഞ്ഞാൽ സമൂഹം എന്ത് വിളിക്കും? എനിക്ക് വട്ടാണെന്ന് പറയും, അല്ലേ, മാനസിക രോഗിയാണെന്ന് പറയും. പക്ഷെ ചിലതങ്ങനെ ഉണ്ട്. പക്ഷെ അത് ഉള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധ അതിലേക്ക് കൊടുക്കണം എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ മരിച്ചുപോയവരുടെ ആത്മാക്കളുണ്ടോ, അല്ലെങ്കിൽ പ്രേതാത്മാക്കൾ അലഞ്ഞു തിരിയുന്നുണ്ടോ? വൈ ആർ വി കൺസേൺഡ് അബൌട്ട് ഇറ്റ്? വി ഹാവ് സോ മെനി അതർ തിങ്സ് ടു ഡു, ബെറ്റർ തിങ്സ് ടു ഡു. ഒരു ഇപ്പം ആത്മാവിലെ കറങ്ങി നടക്കണ്ടെന്ന് നോക്കുന്നതിന് പകരം ഞാൻ ലളിതാ സഹസ്രം എടുത്ത് വായിച്ചോണ്ടാൽ മതിയല്ലോ, അല്ലെങ്കിൽ ദേവീമഹാത്മ്യം വായിക്കാമല്ലോ, അല്ലെങ്കിൽ ഭാഗവതം വായിക്കാമല്ലോ, എന്തും വായിക്കാമല്ലോ. അപ്പം നമ്മളൊരു സമയം ചുമ്മാ കളയുന്നതിന് പകരം, അല്ലെങ്കിൽ അതിന് അത്രയും റിസർച്ച് മൈൻഡ് വേണം. ഈ പാരാസൈക്കോളജി, ഈ പാരാനോർമൽ ആക്ടിവിറ്റീസ് പഠിക്കുക, അതൊക്കെ ഒരു വിഭാഗം ഉണ്ട്. അങ്ങനെ തന്നെ ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റീസൊക്കെ ഉണ്ട് പാരാസൈക്കോളജി പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഈ അതീന്ദ്രിയ ജ്ഞാനം എന്താണ്, നമുക്ക് കണ്ണിൻ്റെയും കാതിൻ്റെയും മറ്റും പരിമിതിക്ക് അപ്പുറത്ത് അസ്തിത്വമുണ്ടോ, ശബ്ദങ്ങൾ കേൾക്കാമോ, തുടങ്ങി പല റിസർച്ച് നടക്കും. ലോകം മുഴുവൻ നടക്കേണ്ടതൊക്കെ. ഈ പക്ഷേ കേരളത്തിൽ മാത്രം അങ്ങനെ പറഞ്ഞാൽ യുക്തിവാദികൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതുകൊണ്ട് എല്ലാവരും നിഷേധിക്കുകയാണ്. യുക്തിവാദിക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് അതേ ഞാൻ കഴിക്കുകയുള്ളൂ, അതേ ഞാൻ ഉടുക്കുകയുള്ളൂ, അതേ ഞാൻ പറയുള്ളൂ എന്ന് തീരുമാനമെടുത്ത് നടക്കുന്ന ഭക്തന്മാരുള്ള നാടാണ് കേരളം. അങ്ങനെ യുക്തിവാദികളെന്ന് എനിക്കൊരു വിലയും കൊടുത്തിട്ടല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് അൺലെസ് ആൻഡ് അൺടിൽ യു ഹാവ് എ വെരി ആക്കഡമിക് ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്, അതായത് ഒരു ഗവേഷണ ബുദ്ധി ഇല്ലാതെ ഇതിൻ്റെ പിന്നാലെ പോകാതിരിക്കുന്നത് നല്ലത്. കാരണം നമ്മുടെ സമയം വെറുതെ പോകും. കാരണം ഫാൻറ്റസി പറഞ്ഞ് അതിലും നല്ലത് ഉപാസന, നിത്യോപാസന ഗുരുവിൽ നേടി നിത്യോപാസന കൃത്യമായി ചെയ്തു പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഇന്നും വിഷയമേ അല്ല. ഇപ്പോൾ എതിർപോക്കുണ്ടോ? എന്നോട് ചോദിക്കാറ്, അമ്പലത്തിന് എതിർപോക്കുണ്ടോ? ചിലരുടെ അനുഭവം പറയുന്നുണ്ട്, എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു അഗ്നോസ്റ്റിക്കാണ് ആ കാര്യത്തിൽ. എനിക്ക് അനുഭവങ്ങളുണ്ട് എൻ്റെ കാര്യത്തിൽ. പക്ഷെ മറ്റുള്ളവർ പറയുമ്പോൾ ഞാൻ അഗ്നോസ്റ്റിക്, അതുണ്ടോ ഇല്ലയോ എന്ന് സംശയം വരും. അപ്പോൾ സ്വാനുഭവം മാത്രമേ ഇതിന് പ്രമാണമുള്ളൂ. ഈ സ്വാനുഭവം മറ്റൊരാളോട് പറഞ്ഞാൽ അയാൾ ഉടനെ പറയും അത് നിങ്ങൾക്ക് അന്ന് പനിയായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വപ്നം കണ്ടതാണ്. ഇങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായി. തൃപ്പൂണിത്തുറയിൽ ആണെന്ന് തോന്നുന്നൊരു പരിപാടിക്ക് പോയപ്പോൾ സംഘാടകർ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തു. അപ്പോൾ ഞാൻ എത്തിയപ്പോൾ ഭയങ്കര ക്ഷീണിച്ചെത്തി. 9 മണി രാത്രി ഞാൻ ട്രെയിൻ ഇറങ്ങി ആഹാരം കഴിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്ഷീണം. ഞാൻ 2 പരിപാടി, തലശ്ശേരി കണ്ണൂർ പരിപാടി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ റൂം തന്നു. ഞാൻ ബാഗ് കൊണ്ട് വെച്ചു. വൈകുന്നേരം കാലും മുഖവും 9 ആയല്ലോ, കാലും മുഖം കഴുകി. ഇപ്പോൾ എപ്പോഴും നെറ്റിയിൽ ഭസ്മം ധരിക്കും കിടക്കുന്നതിന് മുമ്പ്. അതെൻ്റെ പണ്ടേ ഉള്ള വിശ്വാസമാണ്. ഇപ്പോൾ മുത്തശ്ശനൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു, അങ്ങനെ നെറ്റിയിൽ ഭസ്മം തൊടാ കിടന്നുറങ്ങണ്ട എന്നൊക്കെ പറയുമായിരുന്നു. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാനത് ഇപ്പോഴും തുടരുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ കിടന്നുറങ്ങി. ഉറങ്ങിയൊരു എത്ര മണി നേരം കഴിഞ്ഞെന്നറിയില്ല. ബെഡിൽ ആരോ ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മുടെ ബെഡിൽ ഒരാളൊന്നും ഇങ്ങനെ ഇരുന്നാൽ അമരുമല്ലോ ബെഡ്. അപ്പോൾ അമർന്ന് താണപ്പോൾ ഞാൻ പെട്ടെന്ന് ദൃഷ്ടി ഇങ്ങനെ തുറന്നു. പക്ഷേ മൈ ഹോൾ ബോഡി ഗോട്ട് പാരലൈസ്ഡ്. അതായത് എനിക്ക് ഐ കുഡ് നോട്ട് മൂവ് ഈവൻ ഒന്ന് തിരിഞ്ഞിങ്ങനെ കിടക്കാൻ പോലും പറ്റാത്ത പോലെ ഞാൻ സ്റ്റക്കായിപ്പോയി. നോക്കുമ്പോൾ ഈ കറുത്ത കയ്യുറ, കോട്ട്, ടൈ ഒക്കെ ധരിച്ചിട്ട് ഈ നമ്മുടെ ജോക്കർ ഇല്ലേ സിനിമയിലെ കോമാളി, അതിരൂക്ഷമായിട്ട് തന്നെ നോക്കുന്നു. ചില കൊന്ന് ചോര കുടിക്കുന്നുള്ള പോലെ നോക്കുകയാണ് എന്നെ. വളരെ എന്താ പറയുക, ക്രൂവൽ ആയിട്ട് നോക്കുകയാണ് ഈ കട്ടിലിരുന്നുകൊണ്ട്.
ഞാൻ അതിനെ ഇങ്ങനെ നോക്കി, ഞാൻ സത്യം പറഞ്ഞാൽ ഐ വാസ് ഫ്രോസൺ. ശരി, നമ്മൾ പറയും ഞെട്ടിപ്പോയി, പേടിച്ചു പോയി. ഇപ്പോൾ ഉള്ളിൽ നിന്ന് ഞാൻ മന്ത്രം ജപിക്കാൻ നോക്കുന്നു, രാമനാമം ഇങ്ങനെ ശിവനാമമൊക്കെ ഇങ്ങനെ ജപിക്കാൻ നോക്കുന്നുണ്ട്. എനിക്ക് പക്ഷേ വേർബലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ശക്തി എടുത്തിട്ട് പഞ്ചാക്ഷരി ഇങ്ങനെ നമ ശിവ നമ ശിവ നമ ശിവ നമ ശിവ നമ ശിവ നമ ശിവ ഉരുടുന്നുണ്ട്. മെല്ലെ ഇരുന്നിടത്തുന്ന രൂപം ഇങ്ങനെ തിന്നെയറിലേക്ക് മായ്ച്ചു കളഞ്ഞ പോലെ പോവുകയും ചെയ്തു. പക്ഷേ ആ നോട്ടം അതിഭീകരമായി, എന്നെ കൊന്നുകളയെന്നുള്ള മാതിരി നോക്കുന്നതായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ പല സൈക്കിയാട്രിസ്റ്റിനോടൊക്കെ ചോദിച്ചു, അവർ പറഞ്ഞു സ്ലീപ്പ് ആപ്നിയ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ആ നോട്ടം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമാണ്. അങ്ങനെ ക്രൂര ദൃഷ്ടിയായിരുന്നത്. ഒരാൾ പറഞ്ഞു അങ്ങനെ പലർക്കും ഉണ്ടാവും, അത് ഉറക്ക ക്ഷീണം വരുന്നതുകൊണ്ടാണെന്നൊക്കെ എനിക്കറിഞ്ഞു. ഞാൻ അതിനെപ്പറ്റി എതിർക്കാനും പോയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. അതിലൊരു അനുഭവം ഇതാണ്. ഈ വരുത്തുപോക്കിനെയൊക്കെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. രാത്രിയിൽ അതെ അതെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന ദേവതകളുടെ സഞ്ചാരപഥം ഉണ്ടെന്നൊക്കെ, അതുപോലെയൊക്കെ ആൾക്കാർ കാണാറുമുണ്ടല്ലോ. എന്നോട് ഒത്തിരി പേര് പറഞ്ഞൊരു കാര്യമാണ് കേരളത്തിൽ ഈ പറഞ്ഞ പോലെ വരുത്തുപോക്ക്. ദേവിയുടെ ചിലമ്പ് കേൾക്കാം, പക്ഷേ എണീക്കാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് പലരും എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ നിത്യവും ഉപാസന ചെയ്യുന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ബാധ കൂടിയതിനോട് പോലും ഞാൻ പറയുന്ന കാര്യമാണ്. നിത്യോപാസന ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളെ പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തും. അഥവാ നിങ്ങൾ ബാധയുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ചിന്തിക്കാത്ത അപവാദത്തിലേക്കോ അപകടത്തിലേക്കോ അത് കടത്തിവിടും നിങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിത്യോപാസന ശീലമാക്കുക. അപ്പോൾ അന്ധവിശ്വാസിക്കും വിശ്വാസിക്കും ഒരുപോലെ ചെയ്യാവുന്നൊരു കാര്യമാണ് നിത്യോപാസന. ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു എൻഡ്ലെസ് സൈക്കിളാണ്. അതിന് അല്ലെങ്കിൽ അക്കാഡമിക് ഇൻട്രസ്റ്റ് വേണം. ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി ചെയ്യുകയാണെങ്കിൽ, റിസർച്ച് മൈൻഡൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റും. അങ്ങനെ പാരനോർമൽ ആക്ടിവിറ്റി ഇതൊക്കെ ലോകം മുഴുവൻ റിസർച്ച് നടക്കുന്നതാണ്. എനിക്ക് ചില അനുഭവങ്ങളുണ്ട്. പക്ഷെ ഞാനത് പറഞ്ഞാൽ ഈ 1-2 സൈക്കിയാട്രിയുടെ ബുക്കൊക്കെ വായിച്ചവനൊക്കെ പറയും, ഇവനൊന്നും അറിഞ്ഞുകൂടാ, വിഡ്ഢിയാണെന്ന് പറയും. അപ്പോൾ എന്തിനാണ് നമ്മൾ വിഡ്ഢിന്ന് വിളി കേൾക്കുന്നത്? അതങ്ങ് വിടുക, ഉപാസനയിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പ്രധാനമായിട്ടും കേൾക്കാറുള്ളത് ദേവതകളുടെ പോക്കാണെങ്കിൽ, ദേവതകളാണ് അങ്ങനെ പോകുന്നതെങ്കിൽ, ദേവി ഇപ്പോൾ നമ്മുടെ ദേവി, നമ്മുടെ ക്ഷേത്രത്തിലെ ദേവിയാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഭയക്കേണ്ടതുണ്ടോ? നമ്മുടെ അമ്മയല്ലേ, നമ്മുടെ അമ്മയായിട്ട് കാണുന്ന ദേവി അങ്ങനെ പോകുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? ഇപ്പോൾ ഇതിലൊരു കാര്യമുണ്ട്. പ്രധാനമന്ത്രി എൻ്റെ അമ്മാവനാണ് എന്ന് വിചാരിച്ചോളൂ, പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ ഹൈ സെക്യൂരിറ്റിയാണ്. പ്രധാനമന്ത്രി എൻ്റെ അമ്മാവനാണെന്ന് ഓർത്തിട്ട് ഞാൻ 2 കൂട്ടുകാരും കൂടിയിട്ട് പുള്ളിയുടെ മുമ്പ് പോയി അങ്ങ് തടഞ്ഞു നിന്നാൽ സെക്യൂരിറ്റി പിടിച്ച് മാറ്റുകയൊക്കെ ചെയ്യുമായിരിക്കും. അപ്പം അമ്മയായിരിക്കുന്ന ഭാവത്തിൽ മനുഷ്യനെ ഉപാസിക്കേണ്ട സമയങ്ങളുണ്ട്, ദേവന്മാർ ഉപാസിക്കുന്ന സമയമുണ്ട്, യക്ഷികളും ഗന്ധർവന്മാരും കിന്നരന്മാരും ഉപാസിക്കുന്ന സമയമുണ്ട്, ഇല്ലേ? പ്രേതാത്മാക്കൾ പോകുന്ന സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ പോകാതിരിക്കുന്ന നല്ല ക്ഷേത്രങ്ങളിൽ. നട അടച്ച സമയത്ത് പോകാതിരിക്കുക, നട്ടുച്ചയ്ക്ക് പോയി നിൽക്കാതിരിക്കുക, അതൊക്കെ ഉണ്ടല്ലോ. നമ്മൾ നമ്മുടെ സമയത്ത് പോയ അമ്മയായിരിക്കും. എല്ലായ്പ്പോഴും അമ്മയെന്ന് ഉറപ്പൊന്നും തന്നിട്ടില്ലല്ലോ. നമ്മുടെ അമ്മയായിരിക്കുമ്പോൾ പോവുക, വല്ലവൻ്റെ അമ്മ ആയിരിക്കും പോയിട്ട് കോലിടാണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ശരിക്കും ഈ മരിച്ചുപോയവരുടെ ആത്മാക്കളൊക്കെ നമുക്ക് ചുറ്റും ഉണ്ടാവും എന്നൊക്കെ പറയുന്ന വാസ്തവമാണ്. ചിലയിടത്ത് ഇടയ്ക്കൊരു CCTV വിഷ്വൽ വന്നായിരുന്നു. അതായത് ഒരാൾ മരിച്ചതിന് ശേഷം അയാളുടെ ആത്മാവ് അയാളുടെ ചിത അടക്കിയിടത്തേക്ക് പോകുന്നതായിട്ടുള്ളൊരു CCTV വിഷ്വൽ. ഇതിൽ ക്രിയേറ്റഡ് ആയിരിക്കാം, ഉണ്ടോയെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ വെരിഫൈ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ലല്ലോ. ആത്മാവ് മരിക്കുന്നില്ല, ജനിക്കുന്നില്ല എന്നാണ് ഗീത പറയുന്നത്. അത് അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീവാത്മാവിനെയാണ്. അത് ഈ മനുഷ്യൻ്റെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, ഈ മനുഷ്യൻ്റെ മൈൻഡ്, അന്ധകരണം ആണ് പുനർജനിക്കുന്നത്, ജീവൻ എന്ന് പറയുന്നത്. അല്ലാതെ ആത്മാവിന് ജന്മവും മരണവുമില്ല. അതല്ല, ന ജായതേ മ്രിയതേ വാ കദാചിൻ നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ എന്നാണ്. ആത്മസ്വരൂപം എന്ന് പറയുന്നത് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. അത് മരണമില്ല, ജനനമില്ല. ഈ ജനിക്കുന്ന എന്താണ്? എൻ്റെ ഇച്ഛകളും ഞാൻ പോറ്റി വളർത്തിയ ആശയങ്ങളും എൻ്റെ അന്ധകരണവുമാണ് പോയിട്ട് അടുത്ത ശരീരം തേടുന്നത്. സോ അതുകൊണ്ട് അതിപ്പം അതിൽ പോയെന്ന് കണ്ടുകൊണ്ട് ഇപ്പോൾ എന്താ ദോഷമൊന്നുമില്ല, അത് പോയിക്കോട്ടെ. അപ്പോൾ അലഞ്ഞു തിരിയുന്ന ആത്മാക്കളുണ്ടോ? അലഞ്ഞു തിരിഞ്ഞോട്ടെ, അവർ അലഞ്ഞു വിഷമമുണ്ടോ? അവർ അലഞ്ഞു തിരിഞ്ഞോട്ടെ, അങ്ങനെ ഉണ്ടാവാല്ലേ? അതിപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ എൻ്റെ അച്ഛനെ അല്ലെ എൻ്റെ അമ്മയെ അല്ലെ എൻ്റെ മുത്തച്ഛനെ അങ്ങനെയുള്ള അല്ലെ പരമ്പരയെ, അവരോടാണ് എനിക്ക് ഉത്തരവാദിത്വം. ഓരോരുത്തരും അവനവൻ്റെ പരമ്പരയിലുള്ള ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യുക, അതാണ് നമ്മുടെ ശാസ്ത്രം വിധിക്കുന്നത്. അത് ചെയ്യുക. ഇപ്പോൾ റെയിലിൽ തലവെച്ച് ഒരു അജ്ഞാത ജഡം കിടന്നാൽ ഞാനോ നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല, അതവിടെ കറങ്ങി തിരിയുന്നുണ്ടാവാം. അത് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് പ്രാണനെ ഇപ്പോൾ പിടിക്കും. അപ്പോൾ ഒരുത്തൻ വിചാരിക്കുകയാണ്, കൂട്ടുകാരനോട് കൂടി പറയണം, ഇടയിൽ നമുക്ക് ആ റെയിലിൻ്റെ അവിടെ പോയിട്ട് കഞ്ചാവ് വലിക്കാം. അൺപ്രൊട്ടക്റ്റഡ് പ്രാണനാണ്. അവിടെ പോയത് കഞ്ചാവ് വലിച്ചാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അതിൻ്റെ ഉപദ്രവം ഉണ്ടാവും. നമ്മളാരും അവിടെ പോകത്തില്ലല്ലോ. പിന്നെ
അതാണ് കാര്യം. നമ്മൾ അൺപ്രൊട്ടക്റ്റഡായ പ്രാണനുമായിട്ട് ഉപാസനാ ബലമില്ലാത്ത പ്രാണനുമായി നടന്നാൽ എന്തും നമ്മളെ ബാധിക്കും. ഹെൽമെറ്റ് വെക്കാതെ പോയാൽ തല ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കുട ചൂടാതെ പോയ മഴ നനയെന്ന് പറയുന്നത് സിമ്പിൾ. നമ്മളുടെ പ്രാണനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രവൃത്തികൾ, ഉപാസനകൾ റെഗുലറായിട്ട് ചെയ്ത് തന്നെയാണ് വഴി. അല്ലാണ്ട് ഇപ്പോൾ ആ പ്രാണൻ അതിൽ അലഞ്ഞടക്കുന്ന ഒരു പ്രേതാത്മാവ് ഒന്ന് പിടിച്ചിട്ടേ നന്നാവും ആരും വിശ്വസിക്കേണ്ട. എല്ലാ ദിവസവും ചെയ്യണം ഇത്. ഇപ്പോൾ ഈ പല കുട്ടികളും കണ്ടിട്ടുണ്ടല്ലോ, പുറത്ത് കൂട്ടുകാരോടൊപ്പം നടന്നിട്ട് വീട്ടിൽ വന്നിട്ട് വളരെ ഓടായിട്ട് ബിഹേവ് ചെയ്യുക. കൂട്ടുകാരോട് നല്ല സ്നേഹമായിരിക്കും, വീട്ടുകാരുടെ അടിയും ബഹളമായിരിക്കും. എന്താണത്? അപ്പം അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പം അതിന് അൺപ്രൊട്ടക്റ്റഡായ കുട്ടികളാണ് ഇപ്പോൾ ഇപ്പോൾ കുട്ടികളാരും ഉറങ്ങുന്നുണ്ടോ? രാത്രി ഉറങ്ങുന്നുണ്ടോ? എല്ലാവരും ഗെയിം കളിക്കുകയാണ്, സായിപ്പന്മാരെ സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരും ഉറങ്ങുന്നില്ലല്ലോ. അപ്പോൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുകയും ഉണരേണ്ട സമയത്ത് ഉണരുകയും ചെയ്യുകയും ഉണർന്ന ശേഷം ചെയ്യേണ്ട ക്രിയകൾ ചെയ്യുകയും ചെയ്താൽ ഇങ്ങനത്തെ ബാധയൊന്നും ഉണ്ടാവില്ല. അല്ലാത്ത കുടുംബങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ബാധകൾ ചെറുതായിട്ടും വലുതായിട്ടും ഉണ്ട്. അത് കലഹമായിട്ടായിരിക്കും പുറത്ത് കാണാം. അച്ഛനെ മകൻ തലക്കടിച്ചു കൊന്നു, അമ്മയുടെ കഴുത്തറുത്ത് കൊന്നു മകൻ, ഇങ്ങനെയൊക്കെ കേൾക്കുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ ചെയ്യാത്ത പ്രവൃത്തിയാണ് അതൊക്കെ. അപ്പോൾ അത്തരത്തിൽ പ്രവൃത്തികൾ വരുമ്പം മനുഷ്യന് കാണാത്ത എന്തൊക്കെയോ ശക്തികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.